ബഹുമാനപ്പെട്ട മുൻ പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ശ്രീ ചന്ദ്രശേഖരൻ പബ്ലിക് ഡൊമൈനിലുള്ള ഡേറ്റ മാത്രമേ ധവളപത്രം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. എനിക്ക് അദ്ദേഹത്തോട് ലളിതമായ ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. കേരളത്തിലെ ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് കഴിഞ്ഞ 5 വർഷം ഓരോ ദിവസവും എത്രയായിരുന്നു, പോട്ടെ മാസാവസാനം എത്രയായിരുന്നു എന്ന് ഏതെങ്കിലും പൊതുമണ്ഡലത്തിലുണ്ടോ? ഇല്ല. അത് രഹസ്യം. സെക്രട്ടേറിയറ്റിലെ ഫിനാൻസിലെ സീക്രട്ട് സെക്ഷനിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവരുടെ പ്രവർത്തനമാണ്. വർഷാവസാനത്തുള്ള ക്യാഷ് ബാലൻസ് മാത്രമേ പറയത്തുള്ളൂ. എന്നാൽ ധവളപത്രത്തിൽ പട്ടിക 2.2 കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഓരോ മാസാവസാനത്തെ ക്യാഷ് ബാലൻസ് കൊടുത്തിരിക്കുന്നു. AI പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സർക്കാരിന്റെ ഈ സീക്രട്ട് ആയിട്ടുള്ള വിവരം നൽകാം? എന്തിനാ ഇതിന് സീക്രസി വെക്കുന്നേ? കാരണം ട്രഷറി മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ സർക്കാരിന്റെ പണമിടപാട് മാത്രം നടത്തുന്ന സ്ഥാപനമല്ല. ഒരു ട്രഷറി സേവിങ്സ് ബാങ്ക് ഉണ്ട് അവിടെ. പണ്ട് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നതാ. ഇന്ത്യൻ യൂണിയൻ ലയിച്ചപ്പോ ഇതെടുത്ത് കളയാൻ മറന്നുപോയി. കസ്റ്റംസും സ്റ്റാമ്പും അടിച്ചടിക്കാനുള്ള അവകാശം മാറ്റി, ഇത് മറന്നുപോയി. അങ്ങനെ കേരളത്തിലെ ട്രഷറിക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. എത്ര കോടി രൂപയാണ് അവിടുത്തെ ബാലൻസ് എന്നറിയോ? സേവിങ്സ് അക്കൗണ്ട്, സേവിങ്സ് ബാങ്കിൽ 70,000 കോടി രൂപയുണ്ട്. വിശ്വസിക്കോ? അതുപോലെ ഇന്നുപോലെ വരെ കിടക്കുന്നതാണ് 70,000 കോടി രൂപ. ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നിൽക്കുന്നത്. എപ്പ ചെന്നാലും നമുക്ക് ഈ പണം എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയല്ല. വർഷം മുഴുവനും ഈ ട്രഷറി മൈനസ് ആണ്, ഓവർ ഡ്രാഫ്റ്റിലാണ് എന്നൊക്കെയുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. വിശ്വാസ്യത നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 70,000 കോടി വേണ്ട, അതിന്റെ ഒരു 1/4 പിൻവലിക്കാൻ ആള് വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ സർക്കാരിന്റെ കാശുണ്ടാവുക. വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്ന്. ആ തകർത്തിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ ബാങ്കും പൊളിയണ പോലെ ഇതും പൊളിയും കേട്ടോ. അപ്പൊ ധവളപത്രക്കാര് പറയാ, ഞങ്ങളിനി ട്രഷറി എന്നും മൈനസ് ആവൂല, ഒരിക്കലും മൈനസ് ആക്കൂല, എപ്പോഴും മിച്ചമായിട്ട് വെക്കാൻ പോയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ 10 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒട്ടനവധി ദിവസം ട്രഷറി മൈനസ് ആയിരുന്നു. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിനെ ചെലവിനുള്ള വരുമാനം ഒരു ദിവസം ഉണ്ടായില്ലെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് 1.6 കോടി രൂപയ്ക്ക് താഴെയാണെങ്കിൽ അപ്പോൾ മൈനസിൽ പോണം. അങ്ങനെ വന്നാൽ എന്താ? 3,666 കോടി രൂപ, 3,600 കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്ന് ഒരു 3%, 4% പലിശക്ക് കിട്ടും. നമ്മൾ ഉണ്ടാക്കിയുള്ള സിങ്കിങ് ഫണ്ട് തുടങ്ങിയിട്ടുള്ള ഡെപ്പോസിറ്റുകളിലെ ഗ്യാരണ്ടിയിൽ എടുക്കണതാണ്. സർക്കാർ കടം മേടിക്കുകയാണെങ്കിൽ ഇപ്പോ 8-9% കൊടുക്കണ്ടേ? ഇപ്പോ എന്താ പറഞ്ഞ കടപ്പത്രം വഴി അല്ലല്ല, ഇത് റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കണം. കടപ്പത്രത്തിന്റെ ആവശ്യമില്ല. കടപ്പത്രം വഴി എടുക്കുന്നതിന് കറക്റ്റ് ഈ പറയുന്ന തുക വരും. ഏത് 8% പെട്ടാണെന്ന് തോന്നുന്നു. ഇവിടെയാണെങ്കിലോ 2% അല്ലെങ്കിൽ 3%. ഇനി 3,600 കടന്നാലോ
മൈനസായി. അതുകൊണ്ടും തികഞ്ഞില്ല. ഒരു 2600 കോടി രൂപ ബേസ് മീൻസ് എന്ന് പറഞ്ഞ് റിസർവ് ബാങ്കിന് വായ്പ എടുക്കാം. അതിനും നമ്മുടെ റിപ്പോ റേറ്റിനേക്കാൾ 1% കുറവ് നമുക്ക് കിട്ടും പലിശക്ക്. എന്റെ ചോദ്യം, ഈ 6000 കോടി രൂപ പണം വരുന്ന തുക ഈ ചെറിയ പലിശക്ക് കിട്ടുമെന്നുള്ളത് എന്തിനാ വേണ്ടെന്ന് നോക്കണേ? ഇത് നല്ല ഇത് നമുക്ക് അർഹതപ്പെട്ടത് ഈ ചെറിയ പലിശക്കുള്ളത് മേടിക്കൂലെന്ന് വെക്കുന്നതിന് എന്ത് നാണക്കേടാ? മൈനസായി പോയ ഓവർ ഡ്രാഫ്റ്റ്, അതും കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റിൽ പോകും. ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കണം. അപ്പൊ അതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റിൽ പോണ്ട, മറ്റെടുക്കണം. അയ്യോ, ഞങ്ങൾ ഒരിക്കലും മൈനസിൽ പോവില്ല. മൈനസിൽ പോകാതിരിക്കുന്നത് എന്തോ ഭയങ്കര അഭിമാന കീർത്തിയാണെന്നുള്ള മട്ടിലായിരിക്കണേ. ഞാൻ എന്റെ അനുഭവം പറയട്ടോ. ഇവിടെ കോവിഡ് കാലത്ത് ഞാൻ ഫിനാൻസ് സെക്രട്ടറിക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണെന്നറിയാം? ട്രഷറി ഒരു ദിവസം പോലും സർപ്ലസ് ആവരുത്. നാട്ടിലെ ആളുകൾ പട്ടിണിയിലാണ്, ജോലിയില്ലെന്ന് വരുമാനമില്ലെന്ന് കൊടുത്തോണം, മൈനസ് നിർത്തിക്കോണം, പണമില്ലെന്ന് പറഞ്ഞേക്കരുത്. എന്തിനാ? ഇവിടെ നിന്ന് എടുക്കണം. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സ്വീകരിച്ച നിലപാടിന് ഘടകവിരുദ്ധമാണ്. ഇന്ത്യ സർക്കാർ 7% 7% വരെ വായ്പ എടുക്കാൻ കോവിഡ് കാലത്ത് സമ്മതിച്ചു. എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു, കേരളം എടുത്തു. അങ്ങനെയാണ് കേരളത്തിലെ GDP കടബാധ്യത 40%-നടുത്തേക്ക് എന്നത്. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഓർത്തത്, കടം മേടിച്ച പണം ദൈനംദിന ചെലവിന് ഉപയോഗിക്കാൻ പാടില്ല, റവന്യൂ ചെലവിന് ഉപയോഗിക്കാൻ പാടില്ല. എന്ത് ചെയ്യുന്നറിയാമോ? ഈ കോവിഡ് കാലത്ത് മനുഷ്യൻ ചിതയിരിക്കാനുള്ള വിറക് പോലും മേടിക്കാൻ പണമില്ലാതെ ഗംഗയിലേക്ക് മൃതദേഹങ്ങൾ ഒഴുക്കിയ കാലത്തെ 3 ലക്ഷം കോടി രൂപ ട്രഷറികളിൽ വെറുതെ കിടന്നു. ഓ, സർപ്ലസ് ട്രഷറി തന്നെ വലിയ കേവോയി. കേരളം മൈനസായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ധവളപത്രക്കാരോട് പറയാനുള്ളത്, ഫിനാൻസ് എന്ന് പറഞ്ഞാലേ വരവും ചെലവും ഒപ്പിക്കണ പരിപാടിയല്ല. നാടിന്റെ വികസനാവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി റിസോഴ്സ് റേസ് ചെയ്യുന്ന ഏർപ്പാടാ. അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാത്തവരാണ് ഈ കേന്ദ്രം ഭരിക്കുന്നവര്. കേരളം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളെയും ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ ഉപായങ്ങൾ കിട്ടുമോ അതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം, വികസനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധനകാര്യം കൈകാര്യം ചെയ്യേണ്ടത്. അതല്ലാതെ വരുമാനവും ചെലവും ഒപ്പിച്ചോ, സ്വപ്പം കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന് നോക്കലല്ല. ധവളപത്രത്തിന്റെ അടിസ്ഥാന പോരായ്മ ഇതാണ്. കേരളത്തിന്റെ വികസനം ഇന്നത് വേണം, അതിന് നമുക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതല്ല. കേരളത്തിന് ഇത്രേ പണമുള്ളൂ, കേന്ദ്രം ഇത്ര തരുള്ളൂ, നമുക്ക് ഇത്ര പിരിക്കാൻ പറ്റുള്ളൂ, അതിനൊപ്പിച്ച് എങ്ങനെ ചെലവ് ചുരുക്കാമെന്നുള്ളതാണ് സമീപനം. അതുകൊണ്ട് ഇത് ട്രഷറിയെ ബാലൻസ് ചെയ്യും, ജനങ്ങളുടെ വയറ്റിത്തടിക്കും. ആ നയമാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ലേ KSRTCക്ക് പണം കൊടുക്കുമെന്ന്. കൃത്യമായിട്ട് ഒരിക്കലും ട്രഷറി മൈനസിൽ പോവാതെ KSRTCക്ക് പണം മാസം തോറും കൊടുക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് കാണാം. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സമയമുണ്ട് നോക്കാൻ.